മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കുകയല്ലേ. മലയാളത്തിന്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരം. പേര് പറയേണ്ട ആവശ്യം പോലുമില്ല. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി മലയാളിയുടെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും മലയാളി ഒരുപക്ഷെ എന്നും കേൾക്കുന്ന, പറയുന്ന പേര്, എന്നും എവിടെയെങ്കിലും വെച്ച് ഒരു പോസ്റ്ററിലെങ്കിലും കാണുന്ന മുഖം, എവിടെയെങ്കിലും വെച്ച് കേൾക്കുന്ന ആ ശബ്ദം, മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം ഈ തോൾ ചെരിഞ്ഞ മനുഷ്യൻ ഒരു കുസൃതി ചിരിയോടെ സ്വന്തമാക്കിയിട്ട് കാലങ്ങളേറെയായി. മോഹൻലാൽ. ആ പേരിന് ഒരു നടനോടുള്ള ആരാധനയ്ക്കപ്പുറം ഒരു വികാരമായി തോന്നിപ്പിക്കുന്ന ഘടകം അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം പോലും അറിയാതെ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്ക് മേലെയായി സംഭവിക്കുന്ന ആ മാജിക്കാണ് ലാൽ മാജിക്. കുറെ വർഷങ്ങളായി മലയാളിക്ക് നഷ്ടപ്പെട്ട മലയാളി പ്രേക്ഷകർ തിരിച്ചു കിട്ടുമോ എന്ന പ്രതീക്ഷ പോലുമില്ലാതെ കാത്തിരുന്ന ആ മാജിക് അതിന്റെ എക്സ്ട്രീമിൽ തരുൺ മൂർത്തി എന്ന സംവിധായകൻ തിരിച്ചു തന്നിട്ടുണ്ട്. വൺസ് എ കിങ് ഓൾവേസ് എ കിങ്. ഇതാണ് പടം കണ്ടിറങ്ങിയപ്പോൾ മനസ്സിലുണ്ടായിരുന്നത്. അഭിമാനം, അഹങ്കാരം. ഇതാണ് ഞാൻ ആഗ്രഹിച്ച ലാലേട്ടൻ. താങ്ക് യു തരുൺ മൂർത്തി. വലിയ പ്രമോഷനുമായി വരുന്ന ലാലേട്ടൻ സിനിമകൾ തിയേറ്ററിൽ തീപ്പൊരി കത്തിക്കാറുണ്ട്. പക്ഷേ ലാലേട്ടന്റെ ഒരു പടം ഒരു പ്രമോഷനും ഇല്ലാതെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അത് വെറുമൊരു തീപ്പൊരിയല്ല, തിയേറ്ററിന്റെ ഉള്ളകങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പാക്കുന്ന, പ്രേക്ഷക മനസ്സുകളെ സീറ്റിൽ നിന്നും എഴുന്നേപ്പിച്ച് നിർത്തി കൈയടിപ്പിക്കുന്ന മരണമാസ ഐറ്റമായി മാറും. തരുൺ മൂർത്തി അത് നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട്. തരുൺ മൂർത്തിയുടെ, എം രഞ്ജിത്തിന്റെ, KR സുനിലിന്റെ, സാക്ഷാൽ ലാലേട്ടന്റെ തുടരും. ഷൺമുഖൻ എന്ന തികച്ചും സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവർ. അയാളുടെ കുടുംബവും കുട്ടികളും കുടുംബത്തിലെ നർമ്മസമ്പുഷ്ടവും സമാധാനപൂർണവുമായ ജീവിതവുമായി കടന്നു പോവുകയാണ് ഷൺമുഖൻ. വർഷങ്ങളായി അദ്ദേഹത്തിന് ചോറ് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ടാക്സി കാർ, അംബാസിഡർ കാർ, അദ്ദേഹത്തിന്റെ ജീവനാണ്. ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഷൺമുഖവും അദ്ദേഹത്തിന്റെ കാറും ചെന്നുപെടുന്നുണ്ട്. ശേഷം സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് തുടരുമെന്ന സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. ഒരു സാധാരണക്കാരന്റെ പ്രതികരണ ശേഷി ചിലപ്പോൾ ആർക്കും തടയാനാവാത്ത ഉഗ്ര പ്രഹരശേഷിയുള്ള ഒന്നായി മാറും. നീതിയും ന്യായവും നീതിപീഠവും അയാളെ കൈയൊഴിയുമ്പോൾ അയാൾ സ്വയം ഒരു ഒറ്റയാനായി മാറും. ആ ഒറ്റയാൻ ചിലപ്പോൾ കേറിയങ്ങ് മേയും, പൂണ്ട് വിളയാടും. വേട്ടയാട് വിളയാട് എന്നൊക്കെ പറയും പോലെ ആ വിളയാട്ടം സാക്ഷാൽ ലാലേട്ടനിലൂടെ ആകുമ്പോൾ ഇവിടെ ബോക്സ് ഓഫീസ് തകരും. മോളിവുഡിൽ ചരിത്ര വിജയങ്ങൾ വീണ്ടും പിറക്കും. ആരാധകരെയും സിനിമാ പ്രേമികളായ സകല പ്രേക്ഷകരെയും ആവേശത്തിന്റെ ഔന്നത്യത്തിൽ എത്തിക്കും. അതാണ് തുടരും. ലാലേട്ടന്റെ പെർഫോമൻസിനെ കുറിച്ചോ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ചോ ഒന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അതൊക്കെ തിയേറ്ററിൽ നിങ്ങളെ ഞെട്ടിക്കാൻ കാത്തിരിക്കുന്ന കുറെ ഐറ്റംസ് ആണ്. അത് കണ്ടാസ്വദിക്കുക. ലാലേട്ടൻ കൂടാതെ ശോഭനാമാം വളരെ നന്നായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് അത്യാവശ്യം നല്ലൊരു എനർജിയോടെ ശോഭനാമാമിനെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ മണിയൻ പിള്ള രാജു, ഇർഷാദ്, അവരൊക്കെ തന്നെ രസമായിരുന്നു. ഫർഹാൻ ഫാസിൽ കുഴപ്പമില്ലായിരുന്നു. ബിനു പപ്പു അടിപൊളിയായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതുപോലെ ഒരു പുതിയ നടൻ എന്ന നിലയിൽ പ്രകാശ് വർമ്മ എന്നൊരു നടനെ അവതരിപ്പിക്കുന്നുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം നടത്തിയത്. അദ്ദേഹമാണ് പഴയ വോഡഫോൺ സുസു ഒക്കെ മലയാളിക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അദ്ദേഹവും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പേര് ചിത്രത്തിലുണ്ട്. ചെറിയ ചെറിയ സർപ്രൈസ് എൻട്രികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സിനിമ മുമ്പോട്ട് പോകുന്നു. ടെക്നിക്കൽ വശം നോക്കിയാൽ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഒരു രക്ഷയുമില്ല. ചിത്രത്തിന്റെ ആത്മാവ് ജെയ്ക്സിന്റെ സംഗീതത്തിലും സ്കോറിംഗിലും ഷാജികുമാറിന്റെ സിനിമാറ്റോഗ്രഫിയിലുമാണ് ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അന്തരിച്ച എഡിറ്റർ നിഷാദ് യൂസഫ് ചിത്രത്തിന്റെ കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഷഫീഖ് ബീബിയും ചേർന്നാണ് എഡിറ്റിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. KR സുനിൽ എന്ന നവാഗത എഴുത്തുകാരന്റെ ഒരു അരങ്ങേറ്റ ചിത്രം കൂടിയാണ് തുടരും. ഇതിൽ പരം ഗംഭീരമായ ഒരു അരങ്ങേറ്റം, ഒരു വരവ് അദ്ദേഹത്തിന് കിട്ടാനില്ല. സുനിൽ ബ്രോ, നിങ്ങൾ പൊളിച്ചു. തരുൺ മൂർത്തിയെ കുറിച്ച് ഇതുവരെ പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളിലൂടെ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണ് എന്ന്. ഒരിക്കൽ കൂടി തരുൺ നമ്മളെ നോക്കി വിജയത്തിളക്കത്തിൽ അത് വീണ്ടും പറയുകയാണ് തന്റെ സിനിമയിലൂടെ. ഇനിയും മികച്ച സിനിമകളുമായി താൻ വരുമെന്ന്. മലയാളത്തിന്റെ ലാലേട്ടനെ ഒരിക്കൽ കൂടി മുന്നിൽ കൊണ്ട് തകർത്താടിച്ചതിന്, ഒരാവേശമാക്കിയതിന്, മലയാളി ആഗ്രഹിച്ച ലാലേട്ടനെ തന്നതിന് തരുൺ മൂർത്തി നിങ്ങൾക്ക് നന്ദി. നിങ്ങള് മുത്താണ്. അപ്പോ തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ടിക്കറ്റ് കിട്ടാനില്ല. കാരണം ലാലേട്ടനായി മാറിയാൽ ഇങ്ങനെയാണ് അവസ്ഥ. തിയേറ്ററിൽ പൂരപ്പറമ്പാകും. ടിക്കറ്റ് കിട്ടാൻ കുറച്ച് വിഷമിക്കും. അതുകൊണ്ട് മാക്സിമം നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കാൻ നോക്കുക. തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. ലാലേട്ടൻ തുടരും. സോറി അണ്ണ, പിള്ളേര് അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും.